എന്ത് തയ്യാറാക്കണമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് പച്ചത്തക്കാളി എടുത്ത് ചെന്നെത്തിപ്പെട്ടത്. എന്നാൽ പിന്നെ ഇവനെ തോരൻ വെച്ചേക്കാം. കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അരിയണമല്ലോ. അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞു. ഇനിയാണ് 2 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കേണ്ടത്. അരിഞ്ഞെടുത്ത് തക്കാളിക്ക് കൂട്ടായിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2-3 ചെറിയുള്ളിയും അരിഞ്ഞു മാറ്റി വെച്ചു. 1 പിടി തേങ്ങയും 3-4 കറിവേപ്പില തണ്ടും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി പ്രോസസ്സിങ്. ചട്ടി ചൂടായി വരുമ്പോഴേക്കും എണ്ണ ഒഴിച്ച് കടുകൂടെ വറുത്ത് കൊടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ച ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കുക. പിന്നെ 3-4 വറ്റമുളകും നമ്മുടെ അരിഞ്ഞു വെച്ച തക്കാളിയും ചേർത്ത് ഒരല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനി നമ്മുടെ തേങ്ങാക്കുട്ടപ്പനെ ഇട്ട് കറിവേപ്പിലയും ആഡ് ചെയ്ത് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയാണ് അടച്ചു വെച്ച് വേവിക്കേണ്ടത്. ഉപ്പൊക്കെ ഒന്ന് പാകമായോ എന്നറിയാൻ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ തക്കാളി തോരൻ റെഡി ആയിട്ടുണ്ട്.